ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ പശ്ചിമഘട്ട പരീക്ഷണ യാത്രയുടെ 5-ാം ദിവസം കുമളിയിൽ വന്നാണ് ഞങ്ങൾ തങ്ങിയത്. ഇന്ന് കോലാഹലമേട് വാഗമൺ വഴിയാണ് യാത്ര പോകുന്നത്. എറണാകുളത്ത് ചെന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളും അതിൽ നിന്ന് കണ്ടെത്താനായ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ആണ് ഈ ബ്രേക്ക് എടുക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ 6-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുമളിയിൽ നിന്ന് അധികമാരും സഞ്ചരിക്കാത്തൊരു വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആനവിലാസം എന്ന റൂട്ടിലൂടെയാണ് ഏലപ്പാറയിലേക്ക് വന്നിരിക്കുന്നത്. ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇത്രയും ദിവസം ഞങ്ങൾ സഞ്ചരിക്കാത്ത തരത്തിലുള്ള വളരെ കുത്തനെയുള്ള ഹെയർ പിന്നുകൾ 4-5 വളരെ ഷാർപ്പായിട്ടുള്ള ബെൻഡുകളിലൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്. വളരെ മോശം റോഡാണത്, എങ്കിലും വ്യത്യസ്തമായൊരു ചുരമായിരുന്നു അത് എന്ന് പറയാം. ഏലപ്പാറയിൽ വന്നാൽ ഏലപ്പാറയിൽ നിന്ന് വാഗമണിലേക്കുള്ള വഴിയിൽ മൂന്നാറെല്ലാം പോയ പോലെ തേയിലത്തോട്ടങ്ങളാണ് മുഴുവനും ഉള്ളത്. അങ്ങനെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് ഇനി വാഗമണിലേക്ക്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ട്രയൽ ഡേ 6 ആയപ്പോഴേക്കും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് നമ്മൾ സൈക്കിളൊക്കെ കൊണ്ടു നടന്നിട്ട് അതൊന്നും ചവിട്ടാൻ പറ്റിയില്ല, കായികമായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തില്ല, അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റിയില്ല, ഒന്നും ഷൂട്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ളൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ വാഗമണിൽ കോലാഹലമേട് വന്ന് കയറിയപ്പോഴാണ് ആ വിഷമം തീർന്നു കിട്ടിയത്. ഇവിടെ ഗ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലെ പ്രായവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 16 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു പ്രത്യേക തൂക്കം, അളവ്, പാകങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതൊക്കെ ഒത്തുവരികയാണെങ്കിൽ ആർക്കും ചെയ്യാം. പക്ഷേ ഇന്ന് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രിപ്പയർഡ് അല്ല. ഞങ്ങൾ വിശദമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരു ദിവസം വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ക്യാമറയും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് ഇവരുടെ ക്യാമറയിൽ എടുത്ത് തരുന്നുണ്ട്. അതിനേക്കാൾ ഗംഭീരമായ ക്യാമറകളുമായിട്ട് വന്ന് ഞങ്ങൾ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വരുന്നുണ്ട്, ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഇന്നിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ തൽക്കാലം നമ്മൾ പങ്കുവെക്കുകയാണ്. പേര് വിനിൽ. സ്ഥലം എവിടെയാണ്? കോട്ടയം. എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു വിട്ടത്? ഒരു 15 ഇയേഴ്സ് മുമ്പ് ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിനെ പറ്റി അറിഞ്ഞു. കുറച്ച് ഫ്രണ്ട്സുമായിട്ട് കൂടി ഞങ്ങളിവിടെ ടെസ്റ്റ് ഫ്ലൈ ചെയ്തു. കൂടുതലും സിവിലിയൻസാണ് ആദ്യം ഇവിടെ പാരാഗ്ലൈഡിങ് തുടങ്ങിയത്. എന്നിട്ട് പിന്നെ ഇത് മുഴുവൻ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ചെയ്യുമായിരുന്നോ അതോ വേറെ എന്തെങ്കിലും? ഇല്ലില്ല, കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ പിന്നെ കേരള ടൂറിസമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞങ്ങളൊരു 7 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഇവിടെ നടത്തി, സൈറ്റ് പ്രൊമോട്ട് ചെയ്യാൻ മറ്റുമായിട്ട്. ഇതോടുകൂടി സൈറ്റ് കുറച്ച് ഇൻ്റർനാഷണലി ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുള്ളൂ ഈ കമേഴ്ഷ്യലി ഫ്ലൈങ് തുടങ്ങിയിട്ട്. ഒരു ദിവസം ഇപ്പോൾ എത്ര പേര് വന്ന് ചെയ്തു പോകുന്നുണ്ടോ? വീക്ക് ഡേയ്സ് ആണെങ്കിൽ വളരെ കുറവാണ്, 2-3. വീക്കെൻഡ്സ് സംടൈംസ് 15-20 ഒക്കെ വരും. സീസൺ അല്ലെങ്കിൽ ഈ ഹോളിഡേയ്സ് എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിൽ 10 to 15 പീപ്പിളൊക്കെ പെർ ഡേ വരും. ഇന്നിപ്പോൾ കുറേ വാഹനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിട്ട് തോന്നി എനിക്ക്. ഒരാൾ ഫ്ലൈങ്ങിന് വരും, 4-5 പേര് കാണാൻ വരും. അങ്ങനെയാണല്ലേ? മൊത്തത്തിൽ അവർ 10 ആളെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ശരി. ഈ വഴി ഇങ്ങോട്ട് വരുന്നതെല്ലാം കോൺക്രീറ്റ് ചെയ്തേക്കുന്നതെല്ലാം സർക്കാരാണ്. ഇവിടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ ഒരു മെയിൻ ബിൽഡിംഗ് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഇതാണ്. ഓപ്പൺ ആയിട്ടില്ല, ഈ മന്ത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്രയും വലിയ വഴി ചെയ്യുമ്പോൾ ഗവൺമെൻറ് സെമി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അവിടെ വേറെ ഉണ്ട്. അതെന്തൊക്കെയാണ്? അത് സിപ്പ് ലൈൻ, ബൊമ്മ ബ്രിഡ്ജ്, അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ. ഇപ്പം എത്രയാണ് ഇവിടുത്തെ ഒരു ചാർജ് ചെയ്യുന്നത്? അത് എത്ര മിനിറ്റ്, മണിക്കൂർ അങ്ങനെയാണ്? ഫ്ലൈങ്ങിന് 3500 ആണ്, 15 to 20 മിനിറ്റ്സ് ആണ്. വീഡിയോ അഡീഷണൽ 500 വരും. ആ വീഡിയോ നിങ്ങൾ എടുത്ത് തരും അല്ലേ? അതല്ലാതെ പുറത്തുനിന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല.
അത് ശരി. ഇതിൽ ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് 14 years and above മിനിമം ഒരു 45 kgs അറ്റ്ലീസ്റ്റ് വേണം. 45 kgs വെയിറ്റ് വേണം. മാക്സിമം ഒരു 100-105 വേണം വെയിറ്റ്. അതിന് മുകളിലുള്ളവർ എടുക്കില്ല. ഇതിപ്പോൾ അക്കമ്പനിയുടെ ആയിട്ടല്ലേ പോകുന്നത്? അതെ, ഇതെല്ലാം ഇൻസ്ട്രക്ടർ ഒരാൾ കൂടെ എലോൺ വിടുന്നില്ലല്ലോ? ഇല്ലില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇതെല്ലാം ട്രെയിനീസ് ആണ്, ഇവരെല്ലാം സോളോ പറക്കുന്നവരാണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവർ ചെയ്യും, അത് ഇവിടുത്തെ സ്റ്റാഫാണ് അല്ല? അവർ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ശരി. ഇതിലേക്ക് ഫുൾ ടൈം ഇറങ്ങുന്ന ആൾക്കാർ. വേറെ ഇതിൽ നമ്മൾ പറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു റൈഡർ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റൈഡർ വിൻഡ് സ്ട്രെങ്ത് ആണ് മെയിൻ. പിന്നെ ക്ലൗഡ് കവറൊക്കെ അല്ല, അതൊക്കെ അസിസ്റ്റൻസ് ഉണ്ടല്ലോ പുറത്ത് കയറി. പിന്നെ പാസഞ്ചർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ടേക്ക് ഓഫും ലാൻഡിങ്ങിനും മാത്രം പാസഞ്ചർ. ടേക്ക് ഓഫ് സമയത്ത് പാസഞ്ചർ ഇനിഷ്യലി നമ്മളൊരു എയർ സ്പീഡ് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ഓടിക്കൊടുക്കണം. അപ്പം ഇത് ഗ്ലൈഡർ പോകുമ്പോൾ ഇരിക്കാൻ പാടില്ല, ഓടണം. ലാൻഡിങ്ങിൽ അതുപോലെ നമ്മൾ ഓടി വന്നിട്ട് ലാൻഡ് ചെയ്യാൻ. ഇൻ കേസ് സ്പീഡ് കൂടുതലാണെങ്കിൽ പൈലറ്റ് ലെഗ്സ് അപ്പ് പറയും, അല്ലെങ്കിൽ ജസ്റ്റ് 1-2 സ്റ്റെപ്പ് നമ്മളൊരു ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പോലെ ഓടി ഇറങ്ങേണ്ടി വരും. പണ്ട് നമ്മൾ ബസ്സിലൊക്കെ ഓടി കയറിയതൊക്കെ ഗുണം ചെയ്യും അല്ലേ? പ്രായവർ അങ്ങനെ ഏജ് ലിമിറ്റ് മുകളിലേക്ക് അങ്ങനെ വല്ലതും ഉണ്ട്? ഏജ് ലിമിറ്റ് ആസ് ലോങ് ആസ് അവർക്ക് ഹൈപ്പർ ടെൻഷൻ. ഇപ്പം എന്നെ പോലത്തെ കളവന്മാർക്കൊന്നും കുഴപ്പമില്ല അല്ലേ? ഞാൻ അത്യാവശ്യം 50യോട് എടുക്കുന്നു, അപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹൈപ്പർ ടെൻഷൻ, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ക് സ്പൈനലായിട്ടോ ലെഗോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ബിക്കോസ് ലാൻഡ് ചെയ്യുമ്പോൾ ഇമ്പാക്ട് ഒഴിവാക്കാം. കുറച്ച് ഹാർഡായിട്ട് ലാൻഡ് ചെയ്താൽ ഇഞ്ചുറി അഗ്രവേറ്റ് ചെയ്യും. ലാൻഡ് ചെയ്യുന്ന എങ്ങനെ? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണോ ലാൻഡിങ് ഹെഡ് വിൻഡ് ആണ്. നമ്മൾ പ്ലെയിൻ്റെ അതേ അപ്രോച്ച് ഉണ്ട്. നമ്മളിതിൽ കറങ്ങി ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും അപ്രോച്ച്. ഇൻടു വിൻഡ് അഗൈൻസ്റ്റ് ദ വിൻഡ് ആണ് എപ്പോഴും ലാൻഡ് ചെയ്യുക. എയർ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ അതാണ്. കാരണം ഓൾറെഡി അപ്പം ഇത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യും വേണമെങ്കിൽ. വിൻഡ് റിവേഴ്സ് ചെയ്താൽ നമ്മൾ ഇപ്പോൾ ഫ്ലൈബിൾ അല്ല, ഓൺലി ഈ ഡയറക്ഷനിലേ പറ്റുള്ളൂ. ഇവിടുന്ന് പോയി ഇങ്ങനെ ലാൻഡ് ചെയ്യും അല്ലേ? ജനറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിൻഡ് വന്നാൽ നടക്കില്ല. ഇല്ല, വിൻഡ് ഇല്ലെങ്കിലും നടക്കില്ല. വിൻഡ് ഇല്ലെങ്കിലും ഇത്രയും വലിയ വാലി ആയതുകൊണ്ട് ഇത് ഹീറ്റപ്പ് ചെയ്ത് തെർമൽസ് റിലീസ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം പറ്റും. പക്ഷെ അപ്പോൾ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്? ഇല്ല, അത് ഫോർവേഡ് എന്ന് പറഞ്ഞ ആൽപൈൻ ലോഞ്ച് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഫോർവേഡ് പൊസിഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ട റിവേഴ്സ് ആണ്, ഗ്ലൈഡർ നോക്കിക്കൊണ്ട്. അതായത് ഫോർവേഡ് പൊസിഷനിൽ നിന്നിട്ട് ഗ്ലൈഡർ വലിച്ചു പൊക്കിയിട്ട് നമ്മൾ ആ സ്പീഡ് ജനറേറ്റ് ചെയ്യും. നമ്മൾ ഓടുമ്പോഴത്തേനും ഒരു ബൈക്കിൽ പോകുമ്പോൾ കാറ്റില്ലെങ്കിലും തിരിച്ച് റിലേറ്റീവ് വിൻഡ് എന്നാണ് അതിന് പറയുന്നത്. ഇത് ലോഡായി കഴിഞ്ഞാൽ ഇത് നെറ്റ് ഫ്ലൈ ആറ്റ്. ശരി. ഈ ട്രെയിനേഴ്സൊക്കെ എവിടെ നിന്ന് ഉള്ള ആൾക്കാരാണ്? ലോക്കൽ. ഇപ്പോൾ അവരെടുത്തിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതാണ്? അല്ല, ഇപ്പോൾ കുറച്ച് പേര് ഹിമാചലുകാരാണ്. അവർ ഓൾറെഡി ഇത് ഫ്ലൈ അറിയുന്ന ആൾക്കാരാണല്ലേ? അറ്റ് എ ടൈം ഇപ്പോൾ എനിക്ക് 1, 2, 3, 5 പേര് ഇപ്പോൾ സീസൺ ഇന്നലെ തിരിച്ചു പോയേക്കാണ്. അല്ല, സീസൺ ആണെങ്കിൽ 5, 6 ഒക്കെ പറക്കും. എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട് ഇവിടെ? ഞങ്ങളിൽ ഫ്ലൈറ്റ്സ് 6 ഉണ്ട്. ഡബിൾസ്, പിന്നെ സോളോ, എല്ലാവർക്കും ഓരോ. ഇതിന് ബേസിക്കലി വരുന്ന മെയിൻ്റെനൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഇതിന് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 200 ഫ്ലൈയിങ് hours ആണ്. അത് കഴിഞ്ഞു. ചെറിയ ടയർസ് വേഴ്സ് ഉണ്ടെങ്കിൽ അതിന് പാച്ച് ചെയ്യണം. ലൈൻസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഒന്ന് ഡെയിലി ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് അതിൻ്റെ. അത്രേ ഉള്ളൂ അല്ലേ? 200 ഫ്ലൈയിങ്. അത് ഫ്ലൈയിങ് ഡ്യൂറേഷൻ കൂടാമല്ലോ? 200 ഫ്ലൈയിങ് ഇൻറ്റു 20 minutes എങ്ങനെയാണത്? ഇൻറ്റു 200 hours ആണ്. ഓക്കെ. ഡിപ്പെൻസ്. ഇത് UV കൂടുതലുള്ള ദിവസം അതിൻ്റെ ഡിഗ്രേഡേഷൻ കൂടും. സോ ഇറ്റ് ഡിപ്പെൻസ്. 200 എന്ന് പറയുന്ന കമ്പനി പറയുന്ന മെൻഗെറ്റ് 180 to 200 ആ റേഞ്ചിലോ. ശരി. വേറെ ആരുമില്ല, അപ്പം നടന്നങ്ങ് പോകും അല്ലേ? എല്ലാ വർഷം കോൺട്രാക്ട് പുതുക്കിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ് അല്ലേ? അപ്പോൾ അവർക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഒരു വർഷം നൽകുകയാണ് നിങ്ങൾ? അല്ല, അങ്ങനെയല്ല. ഇത് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിയും ബാക്കി എല്ലാ റിസ്ക്സും ഞങ്ങളുടെ കയ്യിലാണ്. ഇൻ കേസ് ഓഫ് ആക്സിഡൻസോ എനിത്തിങ് ഡെത്തോ എനിത്തിങ് വി ആർ റെസ്പോൺസിബിൾ. സോ ഞങ്ങളതിൻ്റെ പിന്നെ അഡ്വഞ്ചർ സ്പോർട്സ് ഒരു എക്സ്പീരിയൻസ് വേണം ആ ഫീൽഡിലേക്ക്. അപ്പോൾ അത് ഞാൻ ചോദിക്കാൻ മറന്നു. ആക്സിഡൻസിൻ്റെ പറയുമ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് 5 വർഷമല്ലേ ഇപ്പോൾ നടക്കുന്നു? അപ്പോൾ ഞങ്ങൾ 15 വർഷമായി ഇവിടെ. 15 വർഷമായി. അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? ആക്സിഡൻസ് ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ അത് കണ്ടില്ലേ, അത് കൊളാപ്സ് ചെയ്യാൻ പോണ പോലത്തെ ഒരു ടെൻഡൻസി കണ്ടില്ലേ? അത് ബിഗ് ഗിയർ എന്ന് പറയും. വിങ്ങിന്റെ സർഫേസ് കുറയ്ക്കുക, സിങ്ക് സിങ്ക് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് അതല്ലേ? ടേൺസിലും അത് ബോധപൂർവം ചെയ്യുന്നതാണത് അല്ലേ? ഓക്കെ. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഇല്ല അല്ലേ? അത് തന്നെ ട്രെയിൻഡ് ആണല്ലേ, ചെയ്യാൻ പറ്റും. आपका नाम क्या है? मेरा सर राकेश। किधर से? हिमाचल जी, हिमाचल से। कितना साल हो गया इधर? इधर एक्चुअली 3-4 सालों से कंटिन्यू आ रहे हैं। हाँ, तो इधर ही रहता है? हाँ, यहीं पे। मुल्क कब जाता है? साल में एक बार? नहीं। हाँ। ये 6 महीने के बाद जाता है। अभी मतलब 5-6 दिनों को आप वापस जा रहे हैं। हिमाचल से और बंदा है इधर? हाँ, अभी ये भाई हिमाचल से ही। हाँ। और 2 लोग और थे, वो 9 तारीख को वापस चले गए। कैसा है केरला? मज़ा आता है? अच्छा है, बढ़िया है। हाँ? बहुत अच्छा है। तो हम लोग हिमाचल आएगा तो उधर मिलेगा, हम लोग आने वाले हैं, तुम इधर रहेगा ना, फिर कैसा है? मिल सकता है शायद? हाँ, नंबर ले लो आप। हाँ ठीक है. எப்படி இருந்தது? சூப்பரா செம்மையா இருந்துச்சு. என்ஜாய்ட்? எஸ். ரொம்ப பயமா இருக்கா? இல்ல இல்ல. அங்க இந்த வியூ எப்படி இருக்கு? சைடுல சின்ன டேம் பார்த்தேன், கீழே வியூஸ் பார்த்தேன், மெட்வோ பார்த்தேன், சிட்டிஸ் பார்த்தேன். இது ஃபர்ஸ்ட் டைமா? பேர் என்ன? சூர்யா. சூர்யா. തമിഴ്നാട്ടിൽ നിന്നുള്ള 1-2 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അതിൽ അവർ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ അനുഭവപ്പെട്ടു എന്നുള്ളത് അവരുമായിട്ട് തന്നെ നമുക്കൊന്ന്
അനുഭവം പങ്കുവെക്കാൻ പറയാം. என் பேர் ஸ்ரீனிவாசன் சார். எங்கேருந்து? தமிழ் கொஞ்சம் கொஞ்சம் பேசுகிறேன், புரியுமோ பேசுகிறேன், கொஞ்சம் கொஞ்சம் பேசுகிறேன். ஹிந்தி பேசுகிறேன். ஹிந்தி பேசுகிறேன், கொஞ்சம் அதுதான் சுமார் தான் பேசுகிறேன். தமிழ் தான் பேசுகிறேன். ಊರಂಗ எந்த பெங்களூர் தான். ಬ್ಯಾಂಗ್ಳೂರಾ? ಕನ್ನಡ பேசுகிறேன். ಕನ್ನಡ ಗೊತ್ತಾದ எனக்கு. இல்லை பரவாயில்ல, தமிழ்லே பேசுகிறேன். சொல்லுங்கள், நோ ப்ராப்ளம். How was the experience? இட்ஸ் குட் எக்ஸ்பீரியன்ஸ். நல்லா இருந்துச்சு. அந்த உயிரத்துக்கு இது அந்த 2 டைம் 3 டைம் சிம்லா போயிருந்தேன். சிம்லா கம்பேர் பண்ணால் இது நல்லா இருக்குது, அங்கேயும் நல்லா இருக்குது, இங்கேயும் நல்லா இருக்கும். நல்ல எக்ஸ்பீரியன்ஸ் இருக்குது. ஃபேமிலிக்கு இது ஃபேமிலி தான். அது பசங்க இப்போது வெயிட் இல்லைன்னா போக மாட்டாங்க, இப்போ இது விடுறதில்லை. இங்கே பரவாயில்ல, நல்ல எக்ஸ்பீரியன்ஸ். இது அங்கேருந்து என்னென்ன வியூ இருக்குது? என்ன வியூ சூப்பராக எல்லா மலையும் தெரியுமோ, நல்லா நீட்டாக தெரியும், மலையும் தெரியுமோ. அந்த உயிரத்துக்கு ஐ திங்க் திஸ் இஸ் பேசிக்லி 3000 feet. இது இன்னும் 1500 2000 வரைக்கும் ரீச் ஆகும் கரைச்சீட்டில். நல்ல எக்ஸ்பீரியன்ஸ் ஆகிருக்கு. ஒரு டேம் பார்த்துருக்கா? டேமா? இல்லை, பார்த்தில்ல சார். ஒரு டேம் இருக்குது. டேம் இருக்கா? அது யாரும் சொல்லிடல, எந்தெந்த அப்சர்வ் பண்ண முடியும். அது குழந்தை பார்த்துருக்கு. குழந்தை பார்த்துருக்கா? நான் பார்க்கல சார். நான் எந்த அந்த வீடியோ சொல்லிட்டேன். அதான் அந்த வீடியோ இங்கே இந்த நீதி கண்டு வச்சிருந்தேன் எனக்கு. വിങ്സിൻ്റെ സൈഡിൽ പതുക്കെ മടങ്ങുന്നത് അവർ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റാണ്. കാറ്റിൽ അബദ്ധവശാൽ മടങ്ങിപ്പോകുന്നതൊന്നുമല്ല, താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അവരത് ഗ്ലൈഡറിൻ്റെ സൈഡ് രണ്ട് ചുരുക്കുന്നതാണ്. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഗ്ലൈഡർ താഴേക്ക് എത്തും. അങ്ങനെയാണ് അതിൻ്റെ ലാൻഡിങ് കൺട്രോൾ ചെയ്യുന്നത്. വരും കാലങ്ങളിൽ കൂടുതൽ അഡ്വഞ്ചർ സ്പോർട്സിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് 1.5 കിലോമീറ്ററോളം കോൺക്രീറ്റ് ഇട്ട റോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയൊരു അഡ്വഞ്ചർ സ്പോർട്സ് സെൻ്ററായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ട്രയൽ റൺ 6ാം ദിവസം. വാഗമണിലെ കോലാഹലമായിട്ടുള്ള ഗ്ലൈഡിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞതോടുകൂടി എനിക്കിന്ന് ഫുൾ സ്പോർട്സ് ഡേ ആക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്ത് വന്നാലും ഇത്രയും ദിവസം 5 ദിവസമായിട്ട് സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് നേരം സൈക്കിൾ ചവിട്ടാമെന്ന് തീരുമാനിച്ചു. ഇറങ്ങി ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു സൈക്ലിംഗ് എക്സ്പീരിയൻസ് കൂടി തന്നതിന് താങ്ക്സ് ടു ബൈക്ക് സ്റ്റോർ.